പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രയീം ദേശം പോലെ അല്ല. സ്തോത്രം. ദൈവജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ചെന്നു ചേരുന്ന സ്ഥലം, നീ കൈവശമാക്കാൻ പോകുന്ന ദേശം നീ വിട്ടിട്ട് പോകുന്ന ദേശം പോലെ അല്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിളി കേട്ട് സകലത്തെയും ഉപേക്ഷിച്ചിട്ട് ഇറങ്ങുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വിട്ടതിനേക്കാട്ടിലും ശ്രേഷ്ഠമേറിയത് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം, അതോടുകൂടെ സകലത് നിർവഹിക്കും. അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെ നീ വിടണം. സ്തോത്രം. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടാൽ നമ്മൾ ചിലതിന് വിട്ടേ പറ്റൂ. അത് ശരീരത്തിലായാലും മനസ്സിലായാലും ഏത് മേഖലയിലായാലും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ചിലതിനെയൊക്കെ വിട്ടേലേ പറ്റൂ. നമ്മളത് വിടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? അയ്യോ, ഇത് നമ്മൾ വിട്ടാൽ ഇതിനേക്കാൾ ഇനി നല്ലത് കിട്ടുമോ? പക്ഷെ ദൈവം പറയുന്നു, ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ വിടുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവനാമത്തിൽ നമ്മൾ എന്തിനെയൊക്കെ ഉപേക്ഷിക്കുന്നുവോ അതിനെയൊക്കെ അധികമായി ശ്രേഷ്ഠമേറിയത് നൽകുവാൻ ദൈവം ഇന്ന് പകൽ വേളയിൽ വിശ്വസ്തനാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെടുകയല്ല, പിന്നെയോ ഈ പകൽ വേളയിൽ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ദൈവത്തിന്റെ കരുതലും നന്മയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. നമ്മൾ പലതും വിടാതിരിക്കുന്നതിന്റെ കാരണം, ഇതിനെ ഞാൻ വിട്ടുകളഞ്ഞാൽ എനിക്കിതിനേക്കാളും ശ്രേഷ്ഠമേറിയത് കിട്ടുമോ? പക്ഷേ വിട്ടുകളയുമ്പോൾ ഒന്നോർക്കുക, ആരാണ് വിടാൻ പറഞ്ഞത്? ലോകത്തെയും ലോകത്തിന്റെ മോഹത്തെയും വിടാൻ പറഞ്ഞത് ദൈവമാണെങ്കിൽ നിങ്ങളതിനെ വിട്ട് ദൈവത്തോട് ചേർന്ന് വിശ്വാസത്തിലും വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടി നന്മ ദൈവം തരുതന്നെ ചെയ്യും. സ്തോത്രം. തന്റെ ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുമ്പോൾ പറഞ്ഞ വാക്ക്, നിങ്ങൾ സകലതും വിട്ട് എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നതാണ്. ഒരു രൂപാന്തരം ദൈവം ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ അറിയുന്ന ഒരു ദൈവവേദലാണോ? നിന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ നീ ഉപേക്ഷിക്കണം. കഴിഞ്ഞകാല വഴികളെ വിട്ട് ദൈവത്തിന്റെ വഴി അറിഞ്ഞ് മുൻപോട്ട് പോകുക, ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കുക, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുക. കാരണം ഇന്ന് വരെ നമ്മൾ പിടിച്ചതെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാ. പക്ഷേ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയവർക്ക് ദൈവം കരങ്ങളിൽ തന്നതൊന്നും നഷ്ടപ്പെടുന്നതല്ല, അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സന്തോഷം, ദൈവത്തിന്റെ ആ എല്ലാ ആത്മീക സ്വർഗീയത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മെ നിറയ്ക്കുന്നവനായ ദൈവം. അതുകൊണ്ടാണ് ജനത്തോട് ദൈവത്തോട് പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ വിട്ടതിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുക. ലോത്തിനോട് തന്റെ കുടുംബത്തെയും കൊണ്ട് ഇറങ്ങാനാ ദൈവം പറഞ്ഞത്. ലോത്തിറങ്ങി, മക്കളെ നിർബന്ധിച്ചിറക്കി. പക്ഷെ ലോത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്ന കാര്യങ്ങളെ ഓർത്ത്, അയ്യോ, ഇത് നഷ്ടപ്പെടുത്തിയിട്ട് എങ്ങനെ പോകും? അവൾ മുൻപോട്ട് പോയി വീണ്ടും ചുവടുകൾ പുറകോട്ട് വെച്ച് നഷ്ടപ്പെടുത്തിയിട്ട് ഓടുന്നതിനെ നോക്കി അവൾ ഉപ്പുതൂണായി തീർന്നു. ദൈവവേദലേ, നീ ദൈവത്തെ നോക്കി ഇറങ്ങിയ ദൈവവേദലാണോ? എന്നെ നിങ്ങളെ പരിപാലിക്കുവാൻ കരുതുവാൻ ദൈവം വിശ്വസ്തനാണ്. മുൻപോട്ട് പോ. നമുക്ക് വേണ്ടതൊക്കെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന് വേണ്ടത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പ്രത്യാശയോടെ മുൻപോട്ട് പോകുക. ജീവന്റെ നാഥനായ ദൈവത്തിന്റെ മഹാസ്നേഹം, ആ കരുതലുകൾ നമ്മുടെ കൂടെയുണ്ടെപ്പോഴും. ആകയാൽ പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പഴയതിനെ നിങ്ങൾ ഓർക്കേണ്ട.
മുൻപിൽ ദൈവം ഒരുക്കിയിട്ടുള്ളത്. എബ്രായ ലേഖനം 12:1 പറയുന്നു, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് മുൻപിൽ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം ലക്ഷ്യത്തോടെ ഓടണം, പ്രത്യാശയോടെ ഓടണം. എങ്കിൽ ഇന്ന് പകൽവേള ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുക്കുക. കഴിഞ്ഞ കാല ജീവിതങ്ങളെ വിട്ടിട്ട്, നിങ്ങളുടെ ചിന്താഗതികളെ വിട്ട്, നിങ്ങളുടെ സ്വഭാവങ്ങളെ വിട്ട് വിശ്വസ്തയോടെ കർത്താവിനെ നോക്കി നിറയുകയും ഇന്ന് പകൽവേള നിങ്ങൾക്ക് ബ്ലെസ്സിങ്. നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ വലിയ നന്മ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ പ്രാപിപ്പാൻ വിശ്വാസത്തോടെ, സന്തോഷത്തോടെ, സമർപ്പണത്തോടെ, പ്രത്യാശയോടെ മുൻപോട്ട് പോകുക. ഇന്ന് പകൽവേളയിൽ നിങ്ങൾക്ക് അത് പ്രാപിപ്പാൻ സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.